കേരളം ഒഴിയാബാധകളുടെ നാടാകുന്നത് എന്തുകൊണ്ട്? മന്ത്രവാദികളുടെ സ്വർഗമാകുന്നത് എന്തുകൊണ്ട്? അന്വേഷിക്കുന്നു കേരള സമിറ്റ്. ഷമീം സാർ പറഞ്ഞു അവിടെ സിഹിർ ചെയ്യരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്ന് പറഞ്ഞ ഒരാളെ ആക്രമിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഷമീം സാർ പറഞ്ഞു. അപ്പം എൻ്റെ ചോദ്യം, ഒരാളെ സിഹിർ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്, അപ്പം അതിൻ്റെ ഒരു മറുമരുന്ന് ഖുർആനിലുണ്ടോ എന്ന എൻ്റെ ചോദ്യം. സിഹിർ ചെയ്യേണ്ട ആവശ്യം എന്താണ്? എന്തിനാണ് മറുമരുന്ന് അന്വേഷിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തത് സിഹിർ ചെയ്യേണ്ട ആവശ്യം എന്താണ്? അവിടെ ഇർഷാദ് സാർ പറഞ്ഞു സിഹിർ മുബീൻ, വ്യക്തമായ സിഹിർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എന്ത് പറഞ്ഞു? അത് ചെയ്യാൻ പാടില്ല എന്നാണ് ദൈവം പറഞ്ഞത്. അങ്ങനെ സാർ പറഞ്ഞത്. സിഹിറിന് ഫലമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചർച്ച. മറിച്ച് സിഹിർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തിനെ ഉപദ്രവിക്കുക, പരന് ഉപദ്രവം ഏൽപ്പിക്കുക എന്ന മാനസികാവസ്ഥയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. അല്ലല്ല സാർ, അങ്ങനെയാണെങ്കിൽ സാർ ദൈവം പറഞ്ഞു മുഴുവൻ ആരും കേൾക്കുന്നില്ലല്ലോ, ഇല്ലല്ലോ. അപ്പം ദൈവം ചെയ്യരുത് എന്നൊരു കാര്യം പറഞ്ഞ ഒരുപാട് എന്തൊക്കെ ഉണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു മറുമരുന്ന് ഒരാൾ ചെയ്താൽ അതാണോ ചോദിച്ചത്? ഒരാൾ ചെയ്താൽ അതിപ്പോ ഇനി പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ മദ്യപിക്കുമ്പോഴും ഇതിനുള്ള പ്രതിവിധി എന്താ? ആളുകളെ അനുസരിക്കാനുള്ളതല്ലാതെ അത് ഓരോ നിയമലംഘനത്തിനും പ്രതിവിധിയില്ല. ഇവര് സമ്മതിക്കുന്നുണ്ടോ? ഇർഷാദിനോടുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചു. ചോദ്യം എങ്ങനെയാണ്? എന്താണ് കൂടോത്രം ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ? ഒരിക്കലും ഹറാമാണ്, ശുദ്ധ ഹറാമാണ്. അതായത് ഒരു മനുഷ്യനെ മാട്ട് മാരണം, പിന്നെ കൂടോത്രം പോലുള്ള ചെയ്യൽ ഇസ്ലാമിൽ 7 വൻദോഷങ്ങളിൽപ്പെട്ട ഒരു ദോഷമാണ്. ചെയ്യാൻ പാടില്ല. കൂടോത്രം ചെയ്യാറുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഒഴിപ്പിക്കാറുണ്ടോ? ഒഴിപ്പിക്കാറ് അത്യാവശ്യം. അതിന് ചെയ്യാൻ പാടില്ലാത്ത സാധനം ഒഴിപ്പിക്കുന്നത് തെറ്റല്ലേ? ചെയ്യുന്നവരുണ്ട്. അപ്പൊ എനിക്ക് ഒഴിപ്പിക്കണ്ടേ? അപ്പൊ താങ്കൾ ദൈവതുല്യമായി തീരുകയാണ്. അങ്ങനെ ദൈവമല്ല, ഒരിക്കലും ദൈവമല്ല. ഞങ്ങളുടെ പൗരോഹിത്വം ഒന്നും ഇസ്ലാമിലില്ല. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് ദൈവം എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു. ആ ദൈവത്തെ മറികടന്നുകൊണ്ട് ഒരാൾക്ക് മറ്റൊരാളുടെ മേലെ ഷിഹർ എന്ന് പറയുന്നത് കൂടോത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ക്രിയ ചെയ്യാമെന്നും അതിലൂടെ ദൈവത്തിന്റെ ഇംഗിതം മറികടന്നുകൊണ്ട് അയാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണെന്നാണ് അന്ധവിശ്വാസമാണ്. ഈ അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസത്തിന് മറുമരുന്ന് ചെയ്യാന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് യുക്തി കൊണ്ടുള്ള മറുപടിയാണ് സാർ. അതിന് ബുദ്ധി കൊണ്ട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധി യുക്തി ഒന്ന് തന്നെയല്ലേ? അതല്ല, രണ്ടാണ്. അതെങ്ങനെ ബുദ്ധിയുള്ളവര് ദൈവമില്ലെന്ന് പറയില്ല. ഇർഷാദ് സാറിനോട് അത് ചോദ്യം. മോഡേൺ മെഡിസിൻ ആണോ ഈ പ്രതീക്ഷിത ആയുസ് വർദ്ധിപ്പിച്ചത്, ശിശുമരണ നിരക്ക് കുറച്ചത്? അതല്ലെങ്കിൽ ഖുർആൻ എന്ന നിങ്ങൾ പറയുന്ന ഈ ദിവ്യമായ ഏറ്റവും നല്ല ഔഷധമാണോ? ഖുർആൻ എന്ന് പറയുന്നത് ഒരു ഔഷധമാണെന്ന് ഞാൻ പറഞ്ഞത് വളരെ വ്യക്തവും സുതാര്യവുമാണ്. അതിന് യാതൊരു സംശയമില്ല. ഈ ഒന്നാമത്തെ കാര്യം, ഈ ഇംഗ്ലീഷ് മരുന്നും ഖുർആനുമായിട്ട് കൂട്ടിക്കലത്തണ്ട. അതല്ല ഇവിടുത്തെ വിഷയം. ഖുർആൻ എന്ന് പറയുന്ന ഒരു ഔഷധമാണെന്ന് കോടിക്കണക്കിന് ആൾക്കാർക്ക് അതുകൊണ്ട് ഔഷധ കാര്യത്തിന്റെ ഫലം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ബാധ ഒഴിപ്പിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ടോ? ശരിക്കും ബാധ ഒഴിപ്പിക്കാൻ ആൾക്കാർ വന്നിട്ട് എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒഴിപ്പിക്കാമെന്ന് ഞാൻ ഏറ്റിട്ടില്ല. ബാധ എന്ന് പറയുന്ന സാധനം, അതായത് ജിന്നുകൾ കൂടുക എന്നുള്ളതാണ് ബാധയെ പറ്റി ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പൊ അത് എത്ര ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്? ഞാൻ ഏതാണ്ട് 10 കൊല്ലത്തോളം ഓതി പഠിച്ചാണ് ജാമിയ ഹസൻ അറബി കോളേജിൽ. 12 കൊല്ലത്തോളം. ഇവിടുത്തെ കേരളത്തെ വലിയ ഉസ്താദന്മാരൊക്കെ എന്റെ ഉസ്താദന്മാരാണ്. ഇതൊക്കെ അംഗീകരിക്കപ്പെട്ട നിയമങ്ങൾ തന്നെയാണോ? ഇത് കേരള സർവകലാശാലയിലൊന്നുമില്ല, പ്രത്യേകിച്ച്. അതെ, ഞാൻ പറയുന്നത് ജിന്നുകൾ, ഖുർആനിൽ പരാമർശിക്കുന്ന ജിന്നുകളുടെ ലോകം വേറെയാണ്, മനുഷ്യരുടെ ലോകം വേറെയാണ്. ഇവർ പരസ്പരം ഒരു നിലക്കും ഉപദ്രവം ഏൽപ്പിക്കുന്നില്ല, ഉപകാരവും ചെയ്യുന്നില്ല. ഒന്ന് മറ്റൊന്നിനെ ബാധിക്കുന്നുമില്ല. ഇത് എന്താണിത്? ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ ജിന്ന് ബാധിക്കുക? ഇത് ഈ പറച്ചിലിൽ നിന്നുണ്ടാകുന്ന ഇതിന് ഞാൻ പറയല്ലോ, മനഃശാസ്ത്രപരമായി വളരെ കൃത്യമായ വിശകലനം ഉണ്ട് ഇതിന്. ഈ പറച്ചിലിൽ നിന്നും ഇത്തരം വിശ്വാസം ജനിപ്പിക്കുന്നതിൽ നിന്നും ഉണ്ടാകുന്ന മനോവ്യതിയാനം, ആ വ്യതിയാനമാണ് പലരിലും സംഭവിക്കാതെ. ഇപ്പൊ ഈ പറയുന്ന ഞാൻ തന്നെ മാനസികമായി ദുർബലനാണെങ്കിൽ പല കഥകളും കേട്ടിട്ട് എനിക്കും ബാധ കൂടിയെന്ന് വരാം. അത് അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. ഒരു നല്ല മനഃശാസ്ത്രജ്ഞനെ കണ്ടിട്ട് അയാളുടെ പ്രശ്നം എന്താണെന്ന് അനലൈസ് ചെയ്യേണ്ടതിന് പകരം മതത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധം തന്നെയാണ്, അതിന്റെ വേറൊരു രൂപം തന്നെയാണ് മന്ത്രവാദത്തിന്റെ യുക്തിയെയും നിയന്ത്രിക്കുന്നത്. മന്ത്രവാദത്തിൻ്റെതായ യുക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രകൃതിയുമായി ബന്ധപ്പെട്ട അതിന്റെ സാദൃശ്യത്തിൽ നിന്നാണ് മന്ത്രവാദം ഉണ്ടാകുന്നത്, അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നാണ് മന്ത്രവാദം ഉണ്ടാകുന്നത് എന്നൊരു പഠനമുണ്ട്. മതത്തിൻ്റെതായ യുക്തിയുണ്ട്. യുക്തി ഒരിക്കലും ഏകമുഖമല്ല. ഫിലോസഫിയിൽ യുക്തിവാദം എന്ന് പറയുന്ന ധാര സ്ഥാപിച്ച റെനെ ദെക്കാർത്തെ ഒന്നാം തരം കളഞ്ഞ കത്തോലിക്ക മതവിശ്വാസിയാണ്. അപ്പോൾ ഇത് യുക്തി എന്ന് പറയുന്നത് ഒരൊറ്റ ശിലയിൽ വാർത്തെടുക്കാൻ പറ്റിയൊരു സംഗതിയല്ല.
അപ്പോൾ മതത്തിന് മതത്തിൻ്റെതായ യുക്തിയുണ്ട്, മന്ത്രവാദത്തിന് മന്ത്രവാദത്തിൻ്റെതായ യുക്തിയുണ്ട്. ഒരിക്കലും ഇത് രണ്ടും ഒരേ യുക്തിയല്ല, സമാനമല്ല. ഒരിക്കൽ കുറച്ചുകൂടി മന്ത്രവാദത്തിന്റെ യുക്തി ശാസ്ത്രയുക്തിയുടെ വികൃതവൽക്കരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു സാർ, മന്ത്രവാദം എന്താണെന്ന് ഞങ്ങൾ 4 പേരോടൊന്ന് ചോദിക്കും സാർ. 4 പേരോട് ചോദിക്കും എന്താണ് മന്ത്രവാദം. എന്തായാലും ഇർഷാദ് വെല്ലുവിളിച്ച സ്ഥിതിക്ക് മന്ത്രവാദം എന്താണ് എന്ന് മന്ത്രവാദത്തിന്റെ മീനിങ് എന്താണ്? ഒരു നമ്പർ 1 തട്ടിപ്പ്, അതാണ് എനിക്ക് എന്തായാലും തട്ടിപ്പാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മക്കളുടെ അസുഖം മാറാനും അതേപോലെ അവരുടെ കല്യാണത്തിനും വേണ്ടി അവരുടെ അടുത്തേക്ക് എത്താറുണ്ടെന്ന്. അതേപോലെയുള്ള സാധാരണ മനുഷ്യരുടെ ബലഹീനതയല്ലേ ശരിക്കും ഈ മന്ത്രവാദത്തിലൂടെ ചൂഷണം ചെയ്യപ്പെടുന്നത്? വർഷങ്ങളായിട്ട് കുട്ടികൾ ഉണ്ടാകാത്തവർ വന്നിട്ട് ദ്വാ ചെയ്യണം. എന്താണ്? ഇസ്ലാം മതം പ്രാർത്ഥനയാണ്, അത് മനസ്സിലാക്കണം ആദ്യം. ഇസ്ലാം മതം എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്കാണ് ഇവർ വന്ന് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളൊക്കെ കുറേ ഓതി പഠിച്ച് ഞങ്ങൾ പിന്നെ കിതാബുകൾ കുറച്ച് വായിക്കാൻ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരെന്നുള്ള നില ഉസ്താദെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഉസ്താദെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല എന്തെങ്കിലും ഒന്ന് എഴുതി തരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സാധ്യമായ രീതിയിൽ ഔഷധം, ഈ ഖുർആൻ എന്ന് പറയുന്ന ഔഷധത്തിൽ ഒരു ചീൽ എഴുതി അവർക്ക് കൊടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? നമ്മൾ പറയുന്നത് പോലെ ഒന്നി അത് തിളപ്പിച്ച് വെള്ളം കുടിക്കുക. ഖുർആനെയാണ് അവിടെ നമ്മൾ തവസ്സിലാക്കുന്നത്. അതായത് ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ ഔഷധമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും, അതായത് അതിനെപ്പറ്റി ഒരു ആയത്ത് എഴുതി കൊടുത്തിട്ട് അവരോട് പറയും നിങ്ങൾ ഇത് വെച്ച് വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് സത്യത്തിൽ ഭൂരിഭാഗം വിശ്വാസികൾ ഈ ഖുർആൻ എന്ന് പറയുന്ന സാധനം വായിച്ചു നോക്കാറില്ല എന്നാണ് സത്യം. ഇപ്പം മലയാളത്തിൽ ഇഷ്ടംപോലെ ഖുർആൻ തർജ്ജമകൾ വായിക്കാൻ കിട്ടും. അതിൻ്റെ അകത്ത് ഇദ്ദേഹം പറയുന്ന പോലെ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നബിയുടെ വീടിനെക്കുറിച്ച് പറയുന്നുണ്ട്, പരലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ഈ ഖുർആനിൽ ഒരു ആയത്ത് കലക്കിയിട്ട് പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രോഗം മാറും, കുട്ടി ഉണ്ടാകും, രോഗം മാറും എന്ന് പറയുന്ന ഈ ഇത്തരം പറയുന്ന ആളുകളൊക്കെ ഇവിടെ ഞാൻ മോഹൻ പണിക്കരോട് താങ്കളുടെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ താങ്കൾ ഗൈനക്കോളജിൽ വിശ്വസിക്കുമോ? അതല്ല താങ്കൾ ഈ പറയുന്ന വെള്ളം ഒതുക്കി കൊടുത്ത് വിശ്വാസത്തിലുണ്ടാവും? എന്നിലൂടെ ഞാൻ ഗൈനക്കോളജിനെ വിശ്വസിക്കും, അല്ലെങ്കിൽ ഗൈനക്കോളജിലൂടെ ഞാൻ എന്നെ വിശ്വസിക്കും. അത് മനസ്സിലായില്ല. കാരണം രണ്ടും നടക്കും. നിങ്ങൾക്ക് ആശുപത്രി ഞാൻ പറയുന്നത് ഇപ്പൊ ഡോക്ടർമാർ പറയുന്നത് എന്താണ്? ഞങ്ങളൊരു മാധ്യമം മാത്രമാണ്, ദൈവമാണ് മാറ്റേണ്ടത്. സാർ ആരും വിശ്വസിക്കും? ദൈവത്തെ വിശ്വസിക്കോ ഡോക്ടറെ വിശ്വസിക്കും? സംശയമൊന്നുമില്ല. ഞാനും അതുപോലെ തന്നെ അവരെ വിശ്വസിക്കും, എന്നെ കൊണ്ടാവുന്നത്. പ്രശ്നം കഴിഞ്ഞു. അതാ പറഞ്ഞ കള്ള മന്ത്രവാദികളെ തിരിച്ചറിയണം. മന്ത്രവാദം എന്ന് ചോദിച്ചാൽ എന്നോട് ഒരു കാര്യം പറയട്ടെ. പ്രബുദ്ധരായ ജനത ഈ കേരളത്തിൽ വിദ്യാഭ്യാസം കൊണ്ടും സാംസ്കാരികപരമായിട്ടും വളരെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഇതിന്റെ പിന്നാലെ പോകുന്നു, എന്തുകൊണ്ടാണ് പിന്നാലെ പോകുന്നത്? അത് ശരി ജനങ്ങളല്ലേ ചിന്തിക്കേണ്ടത്. റെസ്പോൺസ് എടുത്തിട്ട് വരാം. കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ? ആൾക്കാർ ചെയ്തിട്ടുള്ളതെല്ലാം അറിയുമോ? അടുത്തെങ്ങാനുള്ളവർ? ആർക്കും ഫലമില്ല. മന്ത്രവാദത്തിൽ വിശ്വാസമുണ്ടോ? ഈ പൂജ, ഗണപതി ഹോമം, ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? അതിന്റെ വിശ്വാസമുണ്ട്. ഗണപതി ഹോമത്തിലൊക്കെ എന്താ കാര്യം? സാർ എല്ലാവർക്കും വിശ്വാസമുണ്ട്, എല്ലാവർക്കും വിശ്വാസമുണ്ട്. ചരട് കിട്ടിയ ഒരാളിരിപ്പുണ്ടല്ലോ, എന്താ കാരണം? ചരടിന്റെ കാരണം പെട്ടെന്ന് പറഞ്ഞോ. കൈ ചരടുണ്ടെന്ന് തോന്നുന്നു. ആ ചരട് വെറുതെ കിട്ടിയതാണോ? ഈ ചരട് കെട്ടുന്നവരെ കുറിച്ച് എന്താ അഭിപ്രായം? ഒരു അഭിപ്രായമില്ല. ഈ ചരട് കെട്ടുന്നവരെ കല്യാണം കഴിക്കത്തില്ല, അല്ലെങ്കിൽ കല്യാണം കഴിക്കത്തില്ല എന്ന് തീരുമാനം ഉണ്ടായിരുന്നോ? പണ്ട് ഇല്ല. മന്ത്രവാദി എന്നുള്ളത് മാറ്റി പറയണം. കാരണം ഈ മന്ത്രവാദി ഏതോ ഓരോരുത്തർ ഈ തീവ്രവാദി എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ മന്ത്രവാദി എന്ന് വിളിക്കുന്നു. നിങ്ങൾ മന്ത്രവാദി എന്നുള്ള പേര് തീർത്തും അർഹനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ലോകത്തിൽ ഏറ്റവും മനുഷ്യനെ വഞ്ചിക്കുന്ന തട്ടിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ പറയുന്നത്. ജ്യോതിഷം, അതുപോലെ മാരണം, മന്ത്രവാദം, ഈ വക സംഗതികളൊന്നും ഞാനും അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ജിന്നുകൾ എന്ന് പറയുന്ന ഒരു ദൈവ സൃഷ്ടികളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടെങ്കിലും ആ ജിന്നുകൾ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുമെന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ജിന്നുകൾ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുമെന്ന് എത്രയോ അതായത് ജിന്നുകൾ എന്ന് പറയുന്ന ബാധയെ പറ്റിയാണോ സാർ ചോദിക്കുന്നത്? സാധാ ജിന്നുകൾ ഖുർആൻ ഇതുവരെ ബാധിക്കേണ്ട ആവശ്യം. ഞാൻ ബാധയെ പറ്റിയാണ് പറയുന്നത്. ജിന്നുകൾ മനുഷ്യ ജീവിതത്തെ ഗുണപരമായോ ദോഷപരമായോ സ്വാധീനിക്കുമെന്ന് ഖുർആനിൽ എവിടെ പറഞ്ഞിരിക്കുന്നു? ഖുർആനില് ജിന്നുകൾ മനുഷ്യനെ ഗുണപരമായോ അല്ലെങ്കിൽ പിന്നെ മോശപരമായോ സ്വാധീനിക്കുമെന്നോ അങ്ങനെ പറയുന്നില്ല. ബാധിക്കുന്നുണ്ടോ മനുഷ്യ? ദോഷകരമായ ഒരു ബാധിക്കുന്നില്ല. വിശ്വാസപ്രകാരം ബാധിക്കും. കാരണം ജിന്നുകളെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച ഒരു ചരിത്രമുണ്ട്. ഇസ്ലാമിക വിശ്വാസപ്രകാരം മലക്കുകളോട് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മലക്കുകൾ അള്ളാഹുവിനെ വെല്ലുവിളിച്ചു. മലക്കുകളിൽ ഒരു ചെറിയ വിഭാഗം വെല്ലുവിളിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് ഈ നിസ്സാരപ്പെട്ട കളിമണ്ണിൽ സൃഷ്ടിച്ച മനുഷ്യനെ ഞങ്ങൾ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ശപിക്കപ്പെട്ടവരാക്കി. അന്ന് മുതൽ അവർ മനുഷ്യനെ വഴിതെറ്റിക്കാൻ തുടങ്ങി.
ആ വഴി തെറ്റിക്കാൻ തുടങ്ങിയെന്നുള്ള വിശ്വാസമാണ് അദ്ദേഹത്തെ കൊണ്ട് കത്തിയെടുപ്പിക്കുന്നത്. ഈ കഥ ഇങ്ങനെ വിവരിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തവണ പോലും സിദ്ദീഖ് ഖുർആൻ വായിച്ചിട്ടില്ല. അതാണ് സത്യം. അത് വളരെ ക്ലിയർ സർ, സർ, കാരണം ഇങ്ങനെ ഒരു സംഭവം ഖുർആനിൽ സർ, പറഞ്ഞു. ഇതിന് തെളിവ് തരാം. വിഷയത്തിലേക്ക് വരാം. പറയൂ. അല്ലെങ്കിൽ മലക്കുകളിൽ ഒരു വിഭാഗം വിഷയത്തിനെ ദൈവകൽപ്പനയെ മന്ത്രവാദം ലംഘിച്ചു എന്ന് ഖുർആനിൽ എവിടെയാ പറഞ്ഞത്? ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആൻ, നിങ്ങൾ ഖുർആനിലുള്ള അല്ല. കഥയാണ് പറഞ്ഞത്. നിങ്ങൾ പിന്നെയും ഹദീസ് പറയുന്നു. അല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്, ഹദീസുകളിൽ നിങ്ങൾക്ക് എവിടെയാണ്? വേണ്ടിയല്ല സംസാരിക്കുന്നത്, ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. മലക്കുകളിൽ ഒരു വിഭാഗം നിങ്ങൾ എന്ന് ദൈവകൽപ്പന പറയുന്ന ഒരു ലംഘിച്ചു എന്ന് വ്യക്തിക്ക് വേണ്ടിയല്ല ഞാൻ ഹദീസുകളിൽ സംസാരിക്കുന്നത്. എനിക്കത് ഞാൻ ഖുർആനും ഹദീസും ആധികാരികമായ ഗ്രന്ഥം എടുത്തു വെച്ചുകൊണ്ടാണ് ശരി, സംസാരിക്കുന്നത്. എടുത്ത് ഉദ്ധരിക്കൂ. നിങ്ങൾ പറയുന്ന ഒരു വ്യക്തി, അതായത് ഹദീസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത്, ഖുർആനും അതായത് ആധികാരികമാണ്. ആധുനിക ലോകത്തിന് സിദ്ദീഖ് ഉദ്ധരിക്കട്ടെ, എന്റെ പ്രശ്നം പറയട്ടെ ആധുനിക ലോകത്തിന് സ്വീകാര്യമല്ലാത്ത തത്വങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് ബുഹാരി ഹദീസിൽ പറഞ്ഞേക്കണം ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. അതല്ല, കാരണം ഇത് ഉദ്ധരിച്ചാൽ മതി. ഇത് വിശ്വസിക്കുന്ന ആളുകളാണ് 99% ആളുകളും. മലക്കുകളിൽ- നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നത് നിങ്ങളുടെ കാര്യമാണ്, വ്യക്തിപരമായ കാര്യമാണ്. കാര്യമില്ല. മലക്കുകളിൽ ഒരു വിഭാഗം ദൈവകൽപ്പനയെ ലംഘിച്ചു എന്ന് ഖുർആനിലോ ഹദീസിലോ എവിടെയാണ് പറഞ്ഞതെന്ന് സിദ്ദീഖ് പറഞ്ഞാൽ മതി. ഹദീസിലുണ്ട്. ഞാനത് സ്വീകരിക്കാതിരിക്കുന്ന ഹദീസിലുണ്ട്. പ്രശ്നമില്ല. ബുഹാരി ഹദീസിൽ ഞാൻ കൊണ്ടുവരൂ നിങ്ങൾക്ക് കൊണ്ടുവരൂ കൊണ്ടുവരൂ കൊണ്ടുവരാൻ ഇപ്പോൾ അതെവിടെയാ ഈ പറഞ്ഞിരിക്കുന്നത്? ചർച്ച കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വെറുതെയാണ്, അസംബന്ധമാണ്, ഒന്നും വായിച്ചിട്ടില്ല. സീന എന്ന യുവതി ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയിരുന്നെങ്കിൽ അവർ ജീവിച്ചിരിക്കുമായിരുന്നു. Right. That's a very good question. ആ കുട്ടി എൻ്റെ അടുക്ക് വന്നാൽ ഞാൻ അത് ഉടനെ ഹോസ്പിറ്റലൈസ് ചെയ്തേ ഉള്ളൂ. നമുക്കതൊന്നും എടുക്കാൻ അറിയില്ല. അതൊന്നും അല്ല മന്ത്രവാദം. അതിബുദ്ധിപരമായ മന്ത്രവാദിയാണ് അദ്ദേഹം. അതൊന്നും മന്ത്രവാദമല്ല. ബുദ്ധിമാനായ മന്ത്രവാദി. അതൊന്നും മന്ത്രവാദമല്ല. എനിക്ക് യുക്തിയില്ല, അതുകൊണ്ടാണ് ബുദ്ധി കൂടുതലായത്. മനസ്സിലായ പറഞ്ഞേ മന്ത്രവാദം താങ്കൾ എന്ന് ബുദ്ധിമാനാണെന്ന് താങ്കൾ ഞാൻ സ്വയം അവകാശപ്പെടുന്നു. അതല്ല അല്ല മനസ്സിലായില്ല. യുക്തി കൊണ്ട് യുക്തി കൂടുതലുള്ളപ്പോഴാണ് ദൈവം ഇല്ലെന്ന് പറയുന്നത്. ബുദ്ധിയുള്ളവർ അത് പറയത്തില്ല. ഇർഷാദ്, അതുകൊണ്ടാണ് ഇർഷാദ്, ഇത് ഇർഷാദ്, ആ. ഇർഷാദ്. ശാസ്ത്രയുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങയുടെ അടുത്തേക്ക് ഈ വിദ്യാഭ്യാസ സമ്പന്നരായ വിവരമില്ലാത്തവരെത്തുന്നത്? മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ സാറ് പറഞ്ഞ പോലെ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ആ മതം അനുശാസിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് അവർ പ്രാർത്ഥനാപരമായി ചെയ്യുന്നതിനാണ് മന്ത്രവാദം എന്ന് പറയുന്നത്. മന്ത്രവാദികൾ എങ്ങനെ അല്ല, രക്ഷപ്പെടുന്നു, സർ, മന്ത്രവാദം. മന്ത്രവാദികൾ അതിനായി എങ്ങനെ രക്ഷപ്പെടുന്നു ചവിട്ടിക്കൊടുക്കുന്നതാണ് എന്നുള്ളതിന് മന്ത്രവാദം. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇർഷാദ് എന്ന പുതിയ മന്ത്രവാദി നമ്മളോട് നൽകിയ ഉത്തരം. മന്ത്രവാദം മതത്തിന്റെ കൂട്ടുപിടിച്ച് രക്ഷപ്പെടുന്നു എന്നാണോ സൂചിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഗൗരവമേറിയ വിഷയമായി നമ്മൾ ഇത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷിക്കുന്നു കേരള സമ്മിറ്റിൽ മതത്തെ ഇനിയും കൂട്ടുപിടിക്കുന്നത് എന്തുകൊണ്ട് മന്ത്രവാദികൾ അവരുടെ നിലനിൽക്കുന്നു. അന്വേഷിക്കുന്നു കേരള സമ്മിറ്റിന്റെ അവസാന ഭാഗമെത്തും ചെറിയ ഇടവേളയ്ക്ക് ശേഷം.